ഞങ്ങളിത് ബസ് ടിക്കറ്റാണ്. നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ബസ് ടിക്കറ്റാണ്. ഇവിടെ നമ്മുടെ കൊച്ചിയിലെ പോലെ തന്നെയാണ് ഇവിടെ കണ്ട. ഈ ലവേഴ്സിൻ്റെ ഒരു എന്താ പറയുക അതിപ്രസരമാണ് ഈ കാണുന്നത് കണ്ടോ. നമ്മൾ ഇത്രയധികം ലെങ്ത്തില്ലെന്ന് തോന്നുന്നു, പക്ഷെ എല്ലായിടത്തും പോലെ തന്നെ ഇവിടെയും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് കണ്ടോ. ഞങ്ങളിത് ബസ് ടിക്കറ്റാണ്. നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ബസ് ടിക്കറ്റാണ്. 6 രൂപയുള്ള ഒരാൾക്ക് കണ്ടോ. ഇതൊക്കെ മറ്റേ കാർഡ് വെച്ചിട്ടുള്ളതാണ്. ചെല്ലോ എന്ന് പറഞ്ഞിട്ടൊരു നമ്മൾ കോൺടാക്ട്ലെസ് കാർഡുണ്ട്. കാർഡ് വെച്ചിട്ടാണ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. നിങ്ങൾക്ക് പ്രീപെയ്ഡ് കാർഡ് പോലെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബസ് സർവീസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ കാർഡ് കൊടുത്താൽ മതി ടിക്കറ്റ് മേടിക്കാൻ വേണ്ടി. ഗൈസ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി മറൈൻ ഡ്രൈവിലേക്ക് നടക്കണോട്ടെ. ഇവിടെ നിന്ന് ബസ് ഇറങ്ങിയിട്ട് സിഗ്നൽ റൈറ്റ് അടിക്കും. ഇവിടെ നമ്മൾ നേരെ കാണുന്ന സിഗ്നലാണ്. സിഗ്നലിൽ അവിടെ നിന്ന് നമ്മൾ റൈറ്റ് പോകണം കേട്ടോ. നമ്മൾ റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് മറൈൻ ഡ്രൈവിലേക്ക് നടക്കണ്ടേ. കുറച്ചും ദൂരം നടക്കാനുണ്ട്. ചർച്ച് ഗേറ്റ് എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനാണ് കാണുന്നത്. നിങ്ങൾ ഇവിടെ തന്നെയുള്ള ചർച്ച് ഗേറ്റ് എന്ന് പറഞ്ഞ ജംഗ്ഷനാണ്. നമ്മളിപ്പോ മറൈൻ ഡ്രൈവിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ കൊച്ചിയിലെ പോലെ തന്നെയാണ് ഇവിടെ കണ്ട. ഈ ലവേഴ്സിന്റെ ഒരു എന്താ പറയാ അതിപ്രസരമാണ് ഈ കാണുന്നത് കണ്ടോ. നമ്മ എങ്ങനെയാണോ കൊച്ചിയിൽ മറൈൻ ഡ്രൈവ് അതേപോലെ തന്നെയാണ് ഈ മറൈൻ ഡ്രൈവ് കേട്ടോ. മുംബൈയിൽ മറൈൻ ഡ്രൈവ് അറ്റം വരെ നോക്കി, അറ്റം വരെ അങ്ങോട്ട് നീണ്ടു നടക്കുക കണ്ടോ. സിറ്റിയുടെ ഒരു ഏറ്റവും വലിയ ഒരു ഇതാ മാർഗമായി കണ്ട കാണുന്ന ഏറ്റവും വലിയൊരു ഏരിയ ഉണ്ട് ഇത് മഫ്തി കണ്ടോ. അതൊക്കെ സിറ്റിയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിൽ പോർട്ടിലേക്കുള്ള ഒരു ഏറ്റവും വലിയൊരു എൻട്രിയാണ് ഈ കാണുന്നത് നിങ്ങൾ കണ്ടോ മറൈൻ ഡ്രൈവ്. നമ്മുടെ അവിടത്തെ പോലെ ഇത്രയും ലെങ്ത് ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ നമ്മുടെ അവിടെ ഇത്രയധികം ലെങ്ത്തില്ലെന്ന് തോന്നുന്നു. പക്ഷെ എല്ലായിടത്തും പോലെ തന്നെ ഇവിടെയും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് കണ്ടോ. ഭാഗത്തൊക്കെ നോക്കി സിറ്റിയുടെ ഒരു ഭാഗം, സിറ്റിയുടെ ഒരു ഇതിനകത്തേക്ക് നോക്കി കണ്ടോ. മുംബൈ ഹോൾ സിറ്റിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇത് അറ്റം വരെ അങ്ങനെ നീളുന്നുണ്ട്. ഇനി ആ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്തുനിന്ന് ഈ അറ്റം വരെ അങ്ങനെ നീളുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞാൽ ആ ഭാഗം അപ്പുറത്തെ സൈഡ് കണ്ടോ. സിറ്റിയുടെ ഏറ്റവും വലിയൊരു ഇതാണ് കേട്ടോ. സൂപ്പർ വിഷ്വൽസ് കേട്ടോ. എന്താ രസം. നല്ല വൈബാണ് ഇവിടെ തന്നെ ഇരിക്കാൻ. നൈറ്റൊക്കെ എന്തായാലും നല്ല വൈബായിരിക്കും. ഞാൻ പകലായി പോയി വന്നത് കഴിച്ച്, അതുകൊണ്ടാണ് ഇത്രയും ഇതായിപ്പോയത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ അവിടെ. ഓക്കെ, കടപ്പുറം ഏരിയ. നമ്മുടെ അവിടത്തേക്ക് കടപ്പുറം എന്നൊക്കെ പറയണത് ഇവിടെയൊക്കെ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തതെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ബീച്ച് മറൈൻ ഡ്രൈവിൻ്റെ ഏറ്റവും വലിയൊരു വൺ ഓഫ് ദി ഒരു ഇതാണ് കേട്ടോ അത്. നമ്മുടെ അവിടുത്തെ പോലെയൊക്കെ തന്നെ, പക്ഷേ നമ്മുടെ അവിടത്തേനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ. പാർക്കിംഗ് നോക്കി എന്തോരം ഇതാ നോക്കി. ടാക്സികളൊക്കെ ഇങ്ങനെ കിടക്കുക.
നമ്മളിപ്പോൾ നിങ്ങളുടെ മ്യൂസിയത്തിൻ്റെ ആ ഭാഗത്തേക്ക് കണ്ടാ പോകുന്നത്. ഇനി മ്യൂസിയം ആ ഭാഗത്തേക്ക് ചെന്നിട്ട് മ്യൂസിയം പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂസിയത്തിലൊന്ന് കയറും. എന്നിട്ട് നമ്മൾ നേരെ നമ്മൾ വന്ന CSTയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരും കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു സ്ട്രീറ്റ് വേസ് ഒക്കെ ഉണ്ട് നിങ്ങൾ കാണുന്നത്. ഇപ്പം ഓരോ വേറെ ഏരിയകളിലേക്കുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട്. നമ്മളിന്ന് നേരെ മ്യൂസിയം ആ ഭാഗത്ത് ഇറങ്ങി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഡോറിൻ്റെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. ഇതിലൊരു ഭാഗമുണ്ട്, വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത്. ദൂരം വാഹനങ്ങളെ പാർക്ക് ചെയ്തേക്കുന്നത്. ഒരു ചിത്രങ്ങളും ആർക്കിടെക്ചർ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടോ ഭാഗത്ത്. മ്യൂസിയമാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വീഡിയോയിൽ മറൈൻ ഡ്രൈവ് ആ ഭാഗങ്ങളിലൊക്കെയാണ് കവർ ചെയ്തത്. അപ്പോൾ അതും ഒരുപാട് അവിടെ നിന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് കുറച്ചും കൂടി നമ്മൾ ദൂരത്തോട്ട് പോകണം, കുറച്ചും ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബസ് പിടിച്ചൊക്കെയാണ് അങ്ങോട്ട് പോകേണ്ടി വന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ബസ് സർവീസും കാര്യങ്ങളും നമ്മളവിടെ പറഞ്ഞ പോലെ ഞാൻ അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചെലവെന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബസ് സർവീസിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്രീപെയ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വാലറ്റ് നമ്മൾ സാധാരണ ചെയ്തില്ലേ, അപ്പോൾ അതേപോലെ വെച്ച് കഴിഞ്ഞാൽ 6 രൂപയൊക്കെയാണ് നമുക്കവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാർജ് ചെയ്യുന്നത്. 6 രൂപ. അതേപോലെ തന്നെ ചില്ലറ കണക്കാണ് നമുക്ക് ടിക്കറ്റ്സ് വരുന്നത്. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ ചേഞ്ച് കീപ്പ് ചെയ്തുകൊണ്ട് പോകേണ്ട സിറ്റുവേഷൻസൊക്കെ വരും. ഇപ്പോൾ ചിലവർ കണ്ടക്ടർമാർക്ക് 100 രൂപ കൊടുക്കും. 100 രൂപ കൊടുക്കുമ്പോൾ അതിന് ചേഞ്ച് കൊടുക്കാനായിട്ട് അവർക്ക് പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി, അതായത് കൂടുതൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മുംബൈ എന്ന് പറയുന്നത് ഒരു ബിസി സിറ്റിയാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നിനും വെയിറ്റ് ചെയ്യാനായിട്ടുള്ള സമയമൊന്നുമില്ല. അതേപോലെ തന്നെ ഇതേപോലെ തന്നെ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ചെയ്യാനൊന്നുമില്ല. സിസ്റ്റമാറ്റിക്കായിട്ട് പ്രോസസ്സ് പോകുന്ന ഒരു സിറ്റിയാണത്. കാരണം അത്രയധികം ക്രൗഡ് അവിടെ താമസിക്കുന്നുണ്ട്. പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ് മുംബൈ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതായത് ചിലവെന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ നമുക്ക് പ്രീപെയ്ഡ് ആയിട്ട് നമ്മുടെ എമൗണ്ട് അതിനകത്ത് വാലറ്റിലേക്ക് ഇടുന്നു. വാലറ്റിലേക്ക് ഇട്ടിട്ട് അതിനൊരു കാർഡുണ്ട്, ഒരു പർട്ടിക്കുലർ നമ്മൾ കോൺടാക്ട്ലെസ് കാർഡുണ്ട്. ആ കാർഡ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ക്യാഷ് കൈ കരുതേണ്ട കാര്യമൊന്നുമില്ല. ആ കാർഡ് കൊണ്ടുവന്ന് നമ്മൾ കണ്ടക്ടർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കാർഡിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് പൊക്കോളും. അപ്പോൾ അത് ജസ്റ്റ് അവരുടെ മെഷീനിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എമൗണ്ട് ഡെബിറ്റ് ആകുകയും അതേപോലെ തന്നെ ടിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് സ്പീഡി പ്രോസസ്സാണ്. എല്ലാം പെട്ടെന്ന് ഇങ്ങനെ നടക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടാകും നമ്മൾ ബസ് ക്യൂ നിൽക്കുന്നത്. 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നമുക്ക് ഇമ്മീഡിയറ്റ്, അതായത് സീറ്റുകൾ വേണ്ടവർക്ക് ഒരു ക്യൂവും, അതേപോലെ തന്നെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പോകേണ്ട, അതായത് നിന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോകുന്നവർക്കാണെങ്കിൽ അത് വേറെ ക്യൂ ആണ്. 2 ക്യൂ ആയിട്ടാണ് അവിടെ സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇരുന്നാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് പോകുന്നതിൻ്റെ ക്യൂവിൽ നിൽക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിന്ന് പോകണം, നിന്നായാലും കുഴപ്പമില്ല, നമുക്ക് ആ ഇന്ന സ്ഥലത്ത് അവിടെ എത്തിയാൽ മതി എന്നുള്ളത് അവർക്കാണെന്നുണ്ടെങ്കിൽ ആ ക്യൂവിൽ നിൽക്കാം. അപ്പോൾ അത് നമ്മുടെ ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് മുംബൈയിൽ ചെന്നപ്പോൾ അറിയാൻ പറ്റി. പിന്നെ അതുപോലെ മറൈൻ ഡ്രൈവിൽ പോയപ്പോൾ നിങ്ങൾ കണ്ട കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമല്ലോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടാണ്. പക്ഷേ മുംബൈയിൽ ഇതൊക്കെ കാണാൻ പറ്റും, എല്ലായിടത്തും കാണാൻ പറ്റും. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സോ ഒക്കെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മുംബൈയിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.